ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തോട്ട്സും. സ്വന്തമായിട്ടിരിക്കാൻ കഴിയുന്നില്ല, സന്തോഷിക്കാനോ പോസിറ്റീവ് എനർജിയോ ഇല്ല, നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഫിസിക്കലി പല പല രോഗങ്ങളിലും കൊണ്ടെത്തിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സ്ട്രെസ്, ഡിപ്രഷൻ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ കടന്നുപോയ വ്യക്തിയാണ്. ഞാൻ എന്തൊക്കെ ടിപ്സാണ് യൂസ് ചെയ്തത്, അവരുടെ ആ ഒരു വേദന ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റൂ. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയും. ഈ ലോകത്ത് ആരും ഒന്നും പെർഫെക്റ്റ് അല്ല. ഇന്നത്തെ ഒരു സബ്ജക്റ്റിനെ അവിടെ എൻഡ് ആക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വളരെയധികം പേര് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തോട്ട്സും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു, നെഗറ്റീവ് തോട്ട്സ് ചെയ്യുന്നു, സ്ട്രെസ് അടിക്കുന്നു, ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, അതൊരു ആ സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കടന്നു വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ പ്രസന്റിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ശാന്തമായിട്ടിരിക്കാൻ കഴിയുന്നില്ല, സന്തോഷിക്കാനോ പോസിറ്റീവ് എനർജിയോ ഇല്ല, നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എന്തിന്, നമ്മൾ ഒത്തിരി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ മൈൻഡ് ഒത്തിരി ഓവർ തിങ്കിങ് ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ അതങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. വരുന്നത് പോസിറ്റീവായ കുഴപ്പമില്ല, പക്ഷെ വരുന്ന ഒരു 100% തോട്ട്സ് വരുന്നെങ്കിൽ അതിലൊരു 90% നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാസ്റ്റിൽ കടന്നുപോയ കുറേ ദുഃഖങ്ങളും നമ്മൾ അനുഭവിച്ച അപമാനം അല്ലെങ്കിൽ നമുക്കുണ്ടായ ദ്രോഹപ്രവർത്തികൾ, അതിൽ നിന്നൊക്കെ ഉണ്ടായ കുറേ ചിന്തകളായിരിക്കും. അതും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും. ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് നമ്മൾ പാസ്റ്റിൽ കടന്നുപോയ ആ സിറ്റുവേഷൻസിന് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ചിന്തിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇനി ഫ്യൂച്ചറിലും എൻ്റെ ലൈഫ് അങ്ങനെയാണ് നമ്മൾ കുറേ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. ഇത് നമ്മൾ പോലും ആഗ്രഹിച്ചിട്ടല്ല, അതങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്ത് വരും. കാരണം നമ്മൾ ആ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറേ ചിന്തിച്ചു കൂട്ടും. കുറേ നെഗറ്റീവ് തോട്ട്സ് ചിന്തിച്ചു കൂട്ടുമ്പോൾ അതെല്ലാം ഇങ്ങനെ പ്രോഗ്രാം ആയിരിക്കും. വലിയ വലിയ ഈ ലോകത്ത് കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിനെക്കാളും ഏറ്റവും വലിയ കമ്പ്യൂട്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ചെറിയ കാര്യം ചിന്തിച്ചാലും അതങ്ങനെ ഇങ്ങനെ സ്റ്റോർ ആയിരിക്കും. എന്നിട്ട് ആ സിറ്റുവേഷൻസ് കടന്നു പോയാലും നമ്മളെങ്ങനെ പുഷ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു സ്ട്രെസ്സിലൂടെയും ഉറക്കമില്ലായ്മയിലൂടെയും അത് പതിയെ നമുക്ക് ഫിസിക്കലി പല പല രോഗങ്ങളിലും കൊണ്ടെത്തിക്കും. അത് കഴിഞ്ഞ് ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ പുറത്തു വരാം എന്നതിനെക്കുറിച്ചുള്ള ടിപ്സും പിന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് വെറുതെ ഞാൻ കാണാപ്പാഠം പഠിച്ച് പറയുന്നതല്ല. അപ്പോൾ ഞാനും ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നുപോയി ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ കടന്നുപോയ വ്യക്തിയാണ്. അതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വന്നു, എങ്ങനെ ഓവർകം ചെയ്തു, അതിന് ഞാൻ എന്തൊക്കെ ടിപ്സാണ് യൂസ് ചെയ്തത്, അതിന് എന്നെ വളരെ യൂസ് ചെയ്ത ഒരു മുദ്രയാണ് ഇത്. ധാരാളം പേർക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഞാൻ 100% വിശ്വസിക്കുന്നു. ഇത് എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കാരണം ആരൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നോ അവരുടെ ആ ഒരു വേദന ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റൂ. കാരണം നമ്മുടെ ഫിസിക്കലി കൂടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാം. മെന്റലി വന്നിങ്ങനെ തളർത്തുന്ന കാര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സോ ഇതിന് ഇങ്ങനൊരു ജീവിതം ജീവിക്കുന്നതിനേക്കാളും അങ്ങ് മരിച്ചാലോ എന്ന് വരെ ചിന്തിക്കുന്ന പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയും. നമ്മളൊന്ന് ആത്മാർത്ഥമായി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഈ പ്രപഞ്ചശക്തി നമ്മളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത്, ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെ ആവോ, ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ആണോ, എനിക്കിനി മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എല്ലാവരും അങ്ങനെ മുദ്ര കുത്തോ. ഈ ലോകത്ത് ആരും ഒന്നും പെർഫെക്റ്റ് അല്ല. എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ ഒരു സമയം അല്ലെങ്കിൽ ഇന്നൊരു സമയം കടന്നു പോകേണ്ടി വരും. സോ എൻ്റെ ഈ അവസ്ഥ കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള തോട്ട്സ് ഫസ്റ്റ് നിങ്ങൾ നിർത്തുക. നമ്മൾ നന്നായിരുന്നാലും ആൾക്കാർ പറയും, ഇല്ല എന്തെങ്കിലും സംഭവിച്ചാലും ആൾക്കാർ 4 പറയുക തന്നെ ചെയ്യും. സോ അതിനെപ്പറ്റി ചിന്തിക്കുകയേ പാടില്ല. അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ അവിടെ എൻഡ് ആക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്കൊരു പകുതി ആശ്വാസമാണ് അവിടെ കിട്ടുന്നത്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ നമുക്കേ പറ്റൂ. വേറെ ഈ കൂടെ ഇരിക്കുന്ന ആരിൽ നിന്നും ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. അവരെല്ലാം വന്ന് നമ്മളെ പാമ്പർ ചെയ്ത് നമ്മളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് ചിന്തയെ വേണ്ട. ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. വേണമെങ്കിൽ ആ സിറ്റുവേഷൻസിൽ വന്ന് കുറച്ചൊന്ന് സ്നേഹമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ അപ്പോഴും കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഞാൻ തനിയെ ഇരിക്കുമ്പോൾ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്, വീണ്ടും ഞാൻ ഇവിടെ തനിയെ ഇരിക്കുമ്പോൾ അതിനെ ഞാൻ തന്നെ ഫേസ് ചെയ്യണം. സോ മറ്റുള്ളവരിൽ നിന്ന് എനിക്കിത് പുറത്തു വരാൻ പറ്റുമെന്നുള്ള ചിന്ത നിങ്ങൾ അവിടെ നിർത്തുക. ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, ഉറച്ച് പറയുക. നമ്പർ 3, 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ പുറത്ത് വരാൻ എനിക്ക് പറ്റില്ല, എനിക്ക് പുറത്ത് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ കൂടെ ഇരിക്കാൻ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും
നിങ്ങൾ ആ ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്ത് വരിക, ആ ബാൽക്കണിയിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് വന്നിരിക്കുക, ഈ പ്രകൃതിയോട് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം പ്രകൃതിക്ക് വളരെ വലിയ പവറുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മാക്സിമം വരും വീടിനുള്ളിൽ തന്നെ അടഞ്ഞിരുന്ന് കുറേ ഇങ്ങനെ ആ സ്ട്രെസ്സിലും നെഗറ്റീവ് തോട്ട്സിലും ചിന്തിച്ച് എനിക്ക് എന്താവും ഇനി ആദ്യം പിടിച്ച് കുറേ കൂട്ടി അതിനെ നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പർ ലെവലിലെത്തും. ആ സ്ട്രെസ്സിനെയും ആൻസൈറ്റി എല്ലാം അതിൽ നിന്നും പുറത്തു വരാൻ വളരെ സഹായിക്കുന്നതാണ് നമ്മൾ ഈ പുറത്ത് വന്ന് ഈ പ്രകൃതിയോട് ടൈം സ്പെൻഡ് ചെയ്യുക. ഈ വന്ന് ഈ മരങ്ങളെല്ലാം നോക്കിയിരിക്കുക, പറ്റുമെങ്കിൽ പുറത്തിറങ്ങി വെറും ചെരുപ്പിട്ടുകൊണ്ട്. ഇത് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പ്രകൃതിക്ക് അത്രയും വലിയൊരു ശക്തിയുണ്ട്. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ ഇൻബാലൻസ് വളരെ വളരെ ഒരു കാരണമാണ് നമുക്ക് ഈ ആൻസൈറ്റിയും സ്ട്രെസ്സും കൊണ്ടുവരാൻ. സോ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ വെറും കാലിൽ ഈ ഭൂമിയിൽ ഇറങ്ങി നടക്കുമ്പോഴേ ആ ശരീരത്തിലുള്ള ആ നെഗറ്റീവ് എനർജി എല്ലാം ആ മണ്ണായാൽ പോലും ഈ പുൽച്ചെടികളുടെ പുറത്ത് നമ്മൾ നടക്കുമ്പോഴെല്ലാം അതിങ്ങനെ വലിച്ചെടുത്ത് ആ നെഗറ്റീവ് എനർജി എല്ലാം പുറത്തള്ളും. നമ്മളിങ്ങനെ കുറേ ചിന്തിച്ച് ഡിപ്രഷനിൽ ഇരിക്കുമ്പോൾ കൂട്ടി ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കും ശരീരം. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വന്ന് പുഷ് ചെയ്തിട്ടിരിക്കും നമ്മളെ ഒരു കാരണമില്ലെങ്കിൽ. സോ അതിനെല്ലാം ഈ പ്രപഞ്ചം ഇങ്ങനെ പുറത്തെടുക്കാൻ തുടങ്ങും. ഈ മരങ്ങൾ ചെടികളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ചെടികൾ എല്ലാം അതിനെ ഇങ്ങനെ വലിച്ച് പുറത്തെടുക്കും. പറ്റുമെങ്കിൽ ഈ മരങ്ങളെയൊക്കെ ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെല്ലാം വളരെ വളരെ ആ നെഗറ്റീവ് എനർജി എല്ലാം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ആ മരങ്ങൾ പുറത്തെടുക്കുക. അപ്പോഴെല്ലാവർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഇങ്ങനെ മരത്തിനെല്ലാം പെട്ടെന്ന് പോയി വിളിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഭ്രാന്തായോ എന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ. ഒന്നും ചിന്തിക്കണം, മറ്റുള്ളവർ എന്ത് വിചാരിച്ചാൽ എന്താണ്, എനിക്ക് എൻ്റെ സുഖം ഇവിടെയാണ് സമാധാനം വേണ്ടത്, ഇവിടെയാണ് സന്തോഷം വേണ്ടത്. മറ്റുള്ളവർ വന്ന് നമ്മളെ സഹായിക്കുമോ, നമ്മൾ ഉറങ്ങാതിരുന്ന വന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ മറ്റുള്ളവരെ ആരും നോക്കാതെ ഞാൻ പിന്നെ ഫസ്റ്റ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല, പിന്നെ എനിക്ക് അങ്ങനെ വന്നാൽ ഞാൻ പോയി മരങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുക. അപ്പോൾ ആ സ്ട്രെസ് എല്ലാം റിലീഫായി പോകും. പിന്നെ ഒരു ചായ കുടിക്കാനാണെങ്കിൽ പോലും നമുക്ക് പുറത്ത് വന്നിരുന്ന് ഈ ചെടികളെ മരങ്ങളെ ഈ പ്രപഞ്ചത്തെയൊക്കെ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു റിലീഫ് കിട്ടും. തീർച്ചയായിട്ടും ആ വീടിനകത്ത് അടഞ്ഞിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുക. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം പുറത്ത് പോകാൻ അവർ ക്ഷണിച്ചാൽ നോ എന്ന് പറയാതെ, നമുക്ക് ആ സമയം ആരെയും മീറ്റ് ചെയ്യാനോ ആരോടും ഇടപഴകാനോ ഒന്നും ഇഷ്ടമില്ലാതെ തന്നെ ഇരിക്കും. എന്നാൽ പോലും നിങ്ങൾ പോയി നോക്കൂ, നമ്മുടെ മൈൻഡ് അങ്ങനെ മാറാൻ തുടങ്ങും. നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും എനിക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സാണ്, പോകുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ എന്നെക്കുറിച്ച് എൻ്റെ റിയാക്ഷൻ അങ്ങനെ ഇരിക്കും, എനിക്ക് ഉള്ളിൽ പല കാര്യങ്ങളും ഇങ്ങനെ സ്ട്രെസ്സായിട്ടും ഞാൻ ഡിപ്രഷനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കൊരു വെപ്രാളം വരും, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ എന്നെ തെറ്റായിട്ട് വിചാരിക്കില്ലെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളൊന്ന് ഇല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അവരോട് പോകുമ്പോൾ ആ മൈൻഡൊക്കെ അങ്ങ് മാറി നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റും വരും. നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാനും കഴിയും. ഇത് വളരെ സഹായിക്കുന്ന വലിയൊരു ടിപ്പാണ്. നമ്പർ 4, നിങ്ങൾ കുടിക്കുന്ന ചായ അല്ലെങ്കിൽ വെള്ളം ഇതെല്ലാം എടുക്കുക. ആ സമയം നമുക്കൊന്നും തോന്നാണ്ടിരിക്കും ചെയ്യാൻ. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് മാത്രമേ നമ്മളെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ കഴിയും. സോ അതിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന വെള്ളം ആയാലും നിങ്ങൾ ചായ കുടിക്കാൻ എടുക്കുക, എന്തെടുത്താലും അപ്പോൾ പല തോട്ട്സ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അതിൽ നോക്കി പറയുക, എൻ്റെ മനസ്സ് വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നതിന് നന്ദി എന്ന് ആ വെള്ളത്തിൽ നോക്കി പറയാം. ചായ കുടിക്കുമ്പോൾ എടുക്കുമ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടിരിക്കുകയും ശാന്തമായിട്ട് ഉറങ്ങുന്നതിന് നന്ദി. ഇങ്ങനെ ഓരോരോ അഫർമേഷൻസ് നിങ്ങൾ ഓരോ സമയം പറയുക. തീർച്ചയായിട്ടും ആ പ്രപഞ്ചശക്തി നമ്മൾ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഏത് വിധേനെങ്കിലും കൊണ്ടുവരാൻ സഹായിക്കും. ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. എന്നിട്ട് ചോറെടുത്ത് വെച്ചിട്ട് ഞാൻ അതിൽ നോക്കി പറയും, എൻ്റെ മനസ്സും ശരീരവും പരിപൂർണ സൗഖ്യം പ്രാപിക്കുകയും ഞാൻ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ട് ഇരിക്കുകയും ഉറക്കം തൂങ്ങി നല്ല രീതിയിൽ ശാന്തമായിട്ടൊരു ഡീപ്പായിട്ട് ഉറങ്ങുന്നതിന് നന്ദി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരും. നമ്മൾ എത്ര സ്ട്രെസ്സിലിരുന്നാലും എന്തിലിരുന്നാലും ആ സമയം ഉണർന്നിരിക്കും. എന്ത് കൊടുക്കുന്നോ അതവിടെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ആ വഴികളിലൂടെ നടത്തും. നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് കൊടുത്തോ അതുപോലെ നമുക്ക് ഇങ്ങനത്തെ പോസിറ്റീവ് തോട്ട്സ് കൊടുക്കുമ്പോൾ നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ആ സിറ്റുവേഷനിൽ ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഒരു വായി കൂടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, ഉള്ളിൽ ഇങ്ങനെ വേറെ ഓടിക്കൊണ്ടേയിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എല്ലാവരും പറയും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഈ സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് പുറത്ത് വരാൻ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈലൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഞാൻ ഇത് യൂസ് ചെയ്തതാണ്. കാരണം ആ സമയം നമ്മൾ പോയി നെഗറ്റീവ്സ് കാണരുത്, അത് വേറൊരു കാര്യമാണ്.
പോസിറ്റീവ് കാര്യങ്ങൾ കാണുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോമഡി കാണാം. കോമഡി കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കോമഡി കണക്കൊക്കെ കാണുന്ന ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്ന് പുഷ് ചെയ്ത് സ്ട്രെസ് ആകുമ്പോൾ നിങ്ങളെടുത്ത് കോമഡീസ് ഒക്കെ കണ്ട് ചിരിക്കാം. നമുക്ക് ഫസ്റ്റ് എല്ലാം തോന്നും എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ചിരിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ ട്രൈ ചെയ്ത് വരുമ്പോൾ അത് നടക്കും. അങ്ങനെ കോമഡീസ് കാണുക. പിന്നെ നിങ്ങൾക്ക് മോട്ടിവേഷണൽ വീഡിയോസ് വച്ചിട്ട്, ഞാൻ ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്, മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ വച്ചിട്ട് ഞാനിങ്ങനെ അത് കേട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ എനിക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ഉണർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ നെഗറ്റീവ്സ് വീണ്ടും പോയി കയറില്ല, ഈ കാര്യങ്ങൾ കയറും. അപ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ചെയ്യാവുന്ന അടുത്ത ടിപ്പാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കിടന്ന് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാണ്ടിരിക്കുമ്പോൾ കുറേ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. ഓൾറെഡി നമ്മൾ സ്ട്രെസ്സിലാണ്. അപ്പോൾ ചിന്തിച്ചു കൂട്ടുമ്പോൾ അത്രയും വീണ്ടും നമ്മളെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നി, 100% എനിക്ക് വരുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ എണീറ്റിരുന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തതുപോലെ കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഗെയിമോ അല്ലെങ്കിൽ സ്പിരിച്വലി അല്ലെങ്കിൽ മോട്ടിവേഷണലി നിങ്ങൾക്ക് മനസ്സ് കാമാവുന്നു അങ്ങനത്തെ കാര്യം കേൾക്കുക. കേട്ടിട്ട് കുറച്ചൊന്ന് ഡൈവേർട്ടായി മൈൻഡ് ഒന്ന് കുറച്ച് കാമായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് മുദ്ര വയ്ക്കാം. ആ മുദ്ര എന്താന്ന് ഞാൻ പറയാം. ഇത് വളരെ 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 പവർഫുൾ ആണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു കൃഷ്ണനോട്, കൃഷ്ണ ആരെല്ലാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു അവരുടെ കൈകളിൽ എത്തണേന്ന്. കാരണം എനിക്ക് അത്രയും യൂസ്ഫുള്ളായി എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച വലിയൊരു മുദ്രയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കും, കൃഷ്ണ ഇങ്ങനത്തെ മുദ്രകളൊക്കെ എല്ലാവരും അറിഞ്ഞ് ചെയ്താൽ അവർക്കൊക്കെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അനുഭവിച്ചവർക്ക് ആ സങ്കടം, ആ വേദന അത് അറിയാൻ പറ്റും. അപ്പോൾ ആ മുദ്ര എന്താണെന്ന് വെച്ചാൽ വായുമുദ്ര. ഞാൻ ആൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടുണ്ട് ആകാശമുദ്ര എന്ന്. അതും വളരെ എഫക്റ്റീവാണ്. ഞാൻ ആകാശമുദ്രയും ചെയ്യും, വായുമുദ്രയും ചെയ്യും. ഇത് എന്തിനൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ വായുമുദ്ര എങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഇപ്പം നിങ്ങൾ വായുമുദ്രയെന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലേ വരും. അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഈ തള്ളവിരൽ, എന്നിട്ട് ഈ ചൂണ്ടുവിരലിനെ എടുത്ത് നിങ്ങൾ ഇവിടെ വയ്ക്കുക. ഈ തള്ളവിരലിൻ്റെ ഈ ലാസ്റ്റിലുള്ള ലൈൻ ഉണ്ടല്ലോ അവിടെ വയ്ക്കുക. വച്ചിട്ട് ഈ തള്ളവിരലിനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കുക, വച്ച് പ്രസ് ചെയ്യുക. കണ്ടോ, ആദ്യം ഈ ചൂണ്ടുവിരലിനെ തള്ളവിരലിൻ്റെ ഇവിടെ കൊണ്ടുവയ്ക്കുക, ഈ ലാസ്റ്റിലുള്ള വരയിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ തള്ളവിരലിനെ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, നെക്സ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ. എന്നിട്ട് ബാക്കി ഈ 3 വിരലും നീണ്ടു നിൽക്കണം. ഇതാണ് വായുമുദ്ര. ഇത് 2 കൈകളിലും വയ്ക്കുക. വച്ചിട്ട് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചമ്രം പടിഞ്ഞ് എന്നെ ഇരുന്ന് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കസേരയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇല്ലാത്തവർ നിങ്ങൾ കസേരയിൽ 2 കാലം ഇങ്ങനെ വെച്ചിട്ട് 2നെയും തൊടയുടെ മുകളിൽ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് നിങ്ങൾ കണ്ണ് തുറന്ന് തന്നെ ചെയ്യുക. വെറുതെ ഇങ്ങനെ നിങ്ങൾ ഇരിക്കുക. ഫസ്റ്റ് എല്ലാം 5 to 10 minutes ഒക്കെ ചെയ്യുക. പിന്നെ വേണമെങ്കിൽ 15 minutes ചെയ്യാവുന്നതാണ്. ഇത് രാവിലെയും രാത്രിയും മസ്റ്റായിട്ട് ചെയ്യുക. ഇല്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും എല്ലാം വരുന്നോ ഇത് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ അതിൽ നിന്ന് റിലീഫ് കിട്ടും. നമ്മുടെ ശരീരത്തിൽ കാറ്റ് അധികമാകുമ്പോൾ നമുക്കിങ്ങനെ ഓവർ തിങ്കിങ്, സ്ട്രെസ്, ഡിപ്രഷൻ ഇങ്ങനെ തലകി പിടിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കാറ്റിൻ്റെ അളവിനെ സമപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ്, നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ് എല്ലാം മാറിപ്പോവും. ഇതുകൾ വേണമെങ്കിൽ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് നമുക്ക് ഒരു കാരണമില്ലാത്ത ഇങ്ങനെ ചിന്തകൾ അധികമായിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്നില്ലാത്ത ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വായുമുദ്ര വെച്ചുകൊണ്ടിരുന്ന് നോക്കുക. അങ്ങനെ കാമാവും. അപ്പോൾ ആവശ്യമില്ലാത്ത ആ വായു എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും നമ്മുടെ മൈൻഡ് കാമാവുകയും ചെയ്യും. ഇതാണ് വായുമുദ്ര. ഓവർ തിങ്കിങ് ഇങ്ങനെ ഒരു കാരണമില്ലാത്ത തോട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. അത് മാത്രമല്ല, രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുമ്പോൾ ഈ വായുമുദ്ര വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes ഇരുന്നിട്ട് കിടന്നു നോക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഉറങ്ങാൻ പോയി കിടക്കുമ്പോൾ കൂടെ ബെഡിൽ ഇങ്ങനെ കൈകളിൽ ഈ മുദ്ര പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ കിടക്കാം. നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ മുദ്ര ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കണമെന്നില്ല. ഇരിക്കുമ്പോൾ അങ്ങനെ വയ്ക്കുക. അല്ലാത്ത സമയം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് നടക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിലും മനസ്സിലുള്ള മാക്സിമം പ്രശ്നങ്ങൾ മാറിപ്പോകും. പിന്നെ ഞാൻ ആകാശമുദ്ര പറഞ്ഞിരുന്നു. അതും സ്ട്രെസ്സിനും ആൻസൈറ്റി, ഡൗട്ട്. ഈ സ്ട്രെസ്സിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ആൻസൈറ്റിയിലും ചിലർക്ക് എന്താന്ന് വെച്ചാൽ ആരോ വന്ന് എന്നോട് സംസാരിക്കുന്നു, എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരോ സംസാരിക്കുന്നത് പോലെ, എൻ്റെ ഉള്ളിൽ വന്നിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഇരുന്നു കൊണ്ടേയിരിക്കും കുറേ പേർക്ക്. അവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ ആകാശമുദ്ര. ഈ ശരീരത്തിലെ നമ്മുടെ ആകാശത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ആരോ വന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ചെവികളിൽ ആരോ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈശ്വരൻ വന്ന് സംസാരിക്കുന്നു എന്നോട്, ആരോ അങ്ങനെയൊക്കെ പറയുന്നവർ ശരീരത്തിലെ ആകാശത്തിൻ്റെ അളവ് കൂടുന്നു എന്നാണ് അർത്ഥം. അതിൽ ബാലൻസ് ചെയ്യുമ്പോഴേ അതിൽ നിന്ന് മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് അങ്ങനെ ചിന്തകൾ കൂട്ടമായിട്ട് വരുമ്പോൾ നിങ്ങൾ വായുമുദ്ര വയ്ക്കുക. ഇങ്ങനെ സംസാരിക്കുന്ന ഉള്ളിൽ വെറുതെ ഇരുന്ന് എൻ്റെ മനസ്സ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് ആകാശമുദ്ര വയ്ക്കാം. ഈ രണ്ടിനും 2 മുദ്രയും സ്ട്രെസ്സിലും ഇരിക്കുമ്പോൾ എല്ലാം രണ്ടിനും വയ്ക്കാവുന്ന വളരെ പവർഫുൾ മുദ്രയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. പിന്നെ നിങ്ങളെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് മെഡിറ്റേഷൻ. നിങ്ങൾ കുറഞ്ഞതൊരു 5 മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, ഞാൻ ഇത്രയും സ്ട്രെസ്സിലും ഡിപ്രഷനിലും ഇരിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ചെയ്യാം. ഈ മെഡിറ്റേഷൻ വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ഒരു വേർഡ്സ് ഒന്നും ഇല്ലാത്ത മ്യൂസിക് കിട്ടും. അത് നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് അതിൽ നിങ്ങൾ വെറുതെ ഏത് മുദ്ര വേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാശമുദ്ര വെച്ചിട്ട് കൂടെ ഇരിക്കാം. അപ്പോൾ ആ സ്ട്രെസ് എല്ലാം പുറത്തു പോകും. വെറുതെ കണ്ണുകൾ അടച്ച് നിങ്ങൾ ആ മ്യൂസിക്കിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസൈറ്റി സ്ട്രെസ്സിൽ നിന്നെല്ലാം പുറത്തു വരാൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്.